ഹായ് കൂട്ടുകാരെ, ദേവുട്ടി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അടുക്കളയിലെ വിശേഷങ്ങളാണ്. ഇന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് എല്ലാം ഉണ്ടാക്കി വെച്ചു. കറിയൊക്കെ കിഴങ്ങായിരുന്നു കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പം ഓരോന്ന് പിഴിഞ്ഞു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചെറുതായിട്ട് കനം കുറച്ചാണ് ഇടിയപ്പം പിഴിയുന്നത്. അപ്പോൾ എളുപ്പം ആവി കയറും. പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു തട്ട് ഒരാൾക്ക്, നമുക്കൊക്കെ ആണെങ്കിലും ഒരു തട്ട് കഴിക്കാൻ ചെറുതായി ഇച്ചിരിയേ ഉള്ളൂ. വലിയ കനമൊന്നും ഇല്ലാതെ പൊക്കമൊന്നുമില്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതുപോലെ എടുക്കാൻ കൊട്ടിയാൽ മതി. പാത്രത്തിലൂടെ ഉണ്ടോ, അതിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുപോലെ നമുക്ക് കിട്ടും. വലിയ പിള്ളേരൊക്കെ, വലിയ മോനൊക്കെ ആണെങ്കിൽ അതിൽ ഒരു തട്ട് കൊടുത്ത് അവർ കഴിച്ചോളൂ. അപ്പം ഏതായാലും ഒരു തുള്ളി പോലും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് മോക്കൊന്ന് ഇടിയപ്പം കിഴങ്ങറിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് ഞാൻ എടുക്കുക. ഉറക്കമായിരുന്നു, എഴുന്നേൽപ്പിച്ച് ഭയങ്കര പാടാണ്. വിളിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ ഭയങ്കര തണുപ്പല്ലേ. അപ്പോൾ പതുച്ച് മൂടി അങ്ങ് കിടക്കും. നേരം വെളുപ്പാകുമ്പോൾ ഒന്നുകൂടെ ഉറക്കമാണ്. വിളിച്ചാലും പറഞ്ഞാലും ഒന്നും എഴുന്നേക്കത്തില്ല. 2-3 പ്രാവശ്യം ഇപ്പം ഞാൻ എഴുന്നേൽപ്പിച്ച് പിന്നെയും കിടക്കുള്ളൂ. അപ്പോൾ പല്ല് തേക്കാനായിട്ട് വിട്ടിട്ടുണ്ട്. പല്ലൊക്കെ തേച്ച് വരുമ്പോഴത്തേക്കിന് കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ എടുത്തതാണ്. അപ്പോൾ അവൾക്ക് കണ്ടോ അവിടെ പല്ല് തേച്ചേച്ച് വന്ന് ഇവിടെ ഇരിക്കുവാണ്. ഞാൻ എടുത്തോണ്ട് വരട്ടെന്നും പറഞ്ഞ് അകത്തോട്ട് കയറി. അവൾ പിന്നെ അവിടെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര മടിയാണ്. തണുപ്പാകുമ്പോൾ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം കഴിക്കാനായിട്ട് അവൾ ഇരുന്നു. കൊച്ചിനെ സ്കൂളിൽ വിടണം. അതുകൊണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ആർച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കുപ്പിയിലോട്ട് നമുക്ക് എടുക്കാം. അപ്പം നേരത്തെ ആയിരുന്നു 2 കുപ്പി വെള്ളമാണെങ്കിലും അവൾക്ക് തികയില്ല സ്കൂളിൽ. ഇപ്പം ഇതിൻ്റെ പകുതി ഇങ്ങ് കൊണ്ടുപോരും. മഴയല്ലേ, വലിയ വെള്ളം കൂടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നതാ. എന്നാലും വെള്ളം ഞാൻ നിറച്ചും കൊടുത്തു വിടും. ചിലപ്പം ദാഹമൊക്കെ വരുവാണെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കണമെങ്കിലോ. അപ്പം അത് നിറച്ച് വെള്ളമെല്ലാം എടുത്തു. ഇനി കഴിക്കാനുള്ളതൊക്കെ എടുക്കണം. അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അമ്മച്ചി പല്ല് തേച്ച് അവിടെ നിൽക്കുന്നു. അപ്പോൾ അമ്മയ്ക്കുള്ള ചായ എടുക്കുവാണ്. ഇപ്പം ഇങ്ങ് വരും. അപ്പം ചായ എടുത്ത് അങ്ങോട്ട് കൊണ്ട് വെക്കുവാണെങ്കിൽ ചായ നമ്മൾ എടുത്തു കൊണ്ട് കൊടുക്കണം. അല്ലാതെ വന്ന് ഒഴിച്ച് കുടിക്കത്തൊന്നുമില്ല, കൈ വയ്യാത്ത കൊണ്ട്. അമ്മയ്ക്കുള്ള ചായ അങ്ങോട്ട് കൊടുക്കുവാണ്. ഓരോ ഓരോന്ന് പണികളാണ്. കാണുന്നതെല്ലാം പണിയാണ്. രാവിലെ എഴുന്നേറ്റുള്ള പരിപാടികളല്ലേ. അപ്പോൾ അടുത്ത് കണ്ടോ അവിടെ പയ്യെ ഇരിക്കുന്നേ ഉള്ളൂ. കഴിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ ഞുള്ളിയാണ് കഴിക്കുന്നത്. അത് ഇനി കൊണ്ട് തിരിച്ചിങ്ങി തരും. ഒരു ശകലം വെല്ലം കഴിച്ചിട്ട്. ഇനിയിപ്പോൾ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എടുക്കുന്നത്. മൊത്തം ഒന്നും കൊടുത്തു വിട്ടാൽ കഴിക്കത്തില്ല. ഞാൻ അവൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് പകുതി. അപ്പോൾ അത് 2 എണ്ണം കൂടെ വെക്കണം. എന്നാന്ന് ചോദിച്ചാൽ ചില പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവളോട് ചോദിക്കും, കൂട്ടുകാരുണ്ടേ. അപ്പോൾ എന്നോട് അവൾ പറയാൻ ഇച്ചിരി കൂടുതൽ വെച്ചേക്കണമെന്ന്, പിള്ളേർ കൈയിട്ട് വരുമെന്നൊക്കെ പറയും. അപ്പോൾ അവർക്ക് കൂടെ ഉള്ളത് കൂടെയൊക്കെയാണ്. മൊത്തമൊന്നും അവൾ കഴിക്കുമല്ലോ അതിൽ. അപ്പോൾ അതുകൂടെ ഞാൻ വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതെല്ലാം അവക്കുള്ള റെഡിയായി. ഇനി കറി എടുക്കണം. കിഴങ്ങ് കറിയാണ്. കിഴങ്ങ് തേങ്ങ അരച്ച് വെച്ചതാണ്. അപ്പോൾ അതും റെഡിയായി. ഇപ്പോൾ കവറിനകത്ത് ഇങ്ങനെ കെട്ടി വേണം കൊടുത്തു വിടാൻ. അല്ലെങ്കിൽ ബാഗിനകത്തെല്ലാം അത് ചിലപ്പം കമത്തും. അങ്ങനെ ഇതിനകത്ത് മറിഞ്ഞു പോവുകയല്ല. എന്നാലും പിള്ളേരുടെ കാര്യമല്ലേ. അതിന് ഞാനതെല്ലാം നല്ലതായിട്ട് കവറിനകത്തിട്ട് കെട്ടിയാണ് കൊടുത്തു വിടുന്നത്. ബുക്കും പുസ്തകമാണ്. ഈ ടീച്ചർമാർ ടൈം ടേബിളൊന്നും കൊടുത്തില്ല. അതിന് മുന്നേ ഉള്ളതെല്ലാം വാരി കെട്ടിക്കൊണ്ട് എടുത്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുമായിരുന്നു. ഉള്ളതെല്ലാം വലിച്ചുകൊണ്ട് പോവുക. നമ്മളിവിടെ നടന്നാണ് സ്കൂളിലോട്ട് പോകുന്നതേ. അപ്പം നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ. കണ്ടോ, മഴയായിരുന്നു രാവിലെ. അപ്പം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. അതിൽ കണ്ടോ, മുറ്റത്തൊക്കെ മഴ പെയ്തപ്പോൾ നല്ല വെള്ളമായിരുന്നു. എല്ലാം വെള്ളമെല്ലാം വലിഞ്ഞ് ഇപ്പോൾ ഒന്ന് തോർന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടോ, കതക് തുറന്ന ഉടനെ ഒരാൾ ഓടി വരുവേ. ഞാൻ മെഷീനകത്ത് കുറച്ച് തുണി ഇടാനായിട്ട് തുറന്നത് അവിടെ. അപ്പോൾ അവൾ ഓടി വന്നതാണ്. അപ്പോൾ ഈ രാവിലെ തുണി അങ്ങ് ഇടാമെങ്കിലേ പിന്നെ അതിനകത്ത് കിടന്ന് ഇടയ്ക്ക് വെള്ളം മാറി കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ഈ പണിയെല്ലാം അങ്ങ് നടക്കും രാവിലെ തന്നെ. അപ്പോൾ രാവിലെ തുണിയൊക്കെ മെഷീനകത്തിട്ടിട്ടുണ്ട്. അത് കഴുകി തന്നെ നിൽക്കുമ്പോൾ നമുക്ക് വെള്ളം മാറി കൊടുക്കണം. ഇടയ്ക്ക് വന്ന് ഇതും ചെയ്യണം.
ഇതൊക്കെയാണ് പരിപാടികൾ. ഉണ്ടോ നമ്മുടെ പുറയിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. അത് അതിലെ കൂടെ സ്റ്റെപ്പുണ്ട്, താഴോട്ട് ഇറങ്ങാം നമുക്കിത്. അടുക്കള വശം ഇത് വർക്ക് ഏരിയയുടെ താഴ്വശമാണ് ഇത്. അവിടുത്തെ പറമ്പ് ഈയിടെ കാട് കയറി കിടന്ന പറമ്പാണ്. JCB വന്നെല്ലാം തെളിച്ചിട്ടിരിക്കുക. വാഴ വെക്കാനായിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ എടുത്തിട്ടിരിക്കുക. കണ്ടോ, വാഴയും കപ്പയൊക്കെ വെക്കാനായിട്ട് JCB വന്നെല്ലാം റെഡിയാക്കിയതാണ്. ഭയങ്കര കാടായിരുന്നു, പാമ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം എല്ലാം തെളിച്ച് വൃത്തിയാക്കി. അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് കുറച്ച് തൊണ്ടും ചിരട്ടയും കൊണ്ടുവന്ന് അവിടോട്ട് ഞാൻ പെറുക്കി മാറ്റി വെച്ചിരിക്കുന്നു. അതിനി ഇങ്ങോട്ട് എടുത്തിടണം. കൈ ഒഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പറമ്പ് കണ്ടോ, കാട് കയറിയ പറമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മോള് എല്ലാം റെഡി ആയി. വൈകിട്ടാണ് അവൾ കുളിക്കുന്നത് കേട്ടോ. രാവിലെ ദേഹം മാത്രമേ കഴിവുള്ളൂ, തല നനയ്ക്കുകയില്ല. എന്നു ചോദിച്ചാൽ മുടി ഉണങ്ങുകയല്ലോ, അതുകൊണ്ട് ഞാൻ വൈകിട്ട് തല നനച്ച് കുളിക്കുന്നത്. മോനാണ് കിടക്കുന്നത്. അപ്പം അവിടെ ഒരുക്കമൊക്കെ കഴിഞ്ഞു, റെഡിയായിരിക്കുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം. അപ്പം ഓക്കെ, ബായ്.